بسم الله الرحمن الرحيم. أم أبرموا أمرا فإنا مبرمون أم يحسبون أنا لا نسمع سرهم ونجواهم بلى ورسلنا لديهم يكتبون قل إن كان للرحمن ولد فأنا أول العابدين سبحان رب السماوات والأرض رب العرش عما يصفون فذرهم يخوضوا ويلعبوا حتى يلاقوا يومهم الذي يوعدون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1721 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായമായ സൂറത്ത് സുഖ്റൂഫിലെ 79 മുതൽ 83 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم أبرموا أمرا فإنا مبرمون أم يحسبون أنا لا نسمع سرهم ونجواهم بلى ورسلنا لديهم يكتبون قل إن كان للرحمن ولد فأنا أول العابدين سبحان رب السماوات والأرض رب العرش عما يصفون فذرهم يخوضوا ويلعبوا حتى يلاقوا يومهم الذي يوعدون صدق الله العلي العظيم. സൂറത്ത് സുഖ്റൂഫിലെ 79 മുതൽ 83 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായമായ സൂറത്ത് സുഖ്റൂഫിന്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ് നമ്മൾ. 89 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അതിലെ 79 മുതൽ 83 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠനവിധേയമാക്കുന്നത്. ഈ ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർപ്പും ശത്രുതയും ആളിക്കത്തിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളെ, ഇസ്ലാമിന്റെ ആദ്യകാല ശത്രുക്കളായി നിലകൊണ്ടിരുന്ന ആളുകളെ പരോക്ഷമായിട്ട് പരാമർശിച്ചുകൊണ്ട് അവരെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. ഇതിന്റെ തൊട്ടു മുമ്പുള്ള ഭാഗത്ത് നമ്മൾ ദൈവിക പ്രവാചകന്റെ സന്ദേശത്തിനോട് സൃഷ്ടിപരമായ വിധത്തിൽ പ്രതികരിച്ച ആളുകൾ ഏറ്റുവാങ്ങാനിരിക്കുന്ന പാരത്രിക ലോകത്തെ പരിണതിയെക്കുറിച്ചും പ്രവാചകന്മാരെ തിരസ്കരിച്ചുകൊണ്ട് അവരെ അവഗണിച്ചുകൊണ്ട് നീങ്ങിയ, അവരോട് പകയും ശത്രുതയും കാണിച്ചുകൊണ്ട് നീങ്ങിയ ആളുകളുടെ പാരത്രിക ലോകത്തെ പരിണതിയെക്കുറിച്ചൊക്കെ വിശദമായി പ്രതിപാദിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് അല്ലാഹു ആ ചരിത്രപരമായ ചില വിശകലനങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ചില ചരിത്ര സംഭവങ്ങൾ ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുകയുണ്ടായി. ചില പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ പൂർവിക കാലങ്ങളിലെ പ്രവാചകന്മാരോട് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം ഉണർത്തിയിരുന്നതിന്റെ തുടർച്ചയായിട്ടാണ് ആ പ്രവാചകന്മാരെ പരാമർശിക്കുകയൊക്കെ ഉണ്ടായത്. ചില പ്രവാചകന്മാരെ സൂചിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് വീണ്ടും
മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്ന ആ സമൂഹത്തെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളുടെ തുടക്കം അം അബ്രമു അമ്ര എന്ന് പറഞ്ഞുകൊണ്ടാണ്. അം അബ്രമു അമ്ര, അവര് കാര്യങ്ങൾ പദ്ധതിയിട്ട് തീരുമാനിച്ച് ഉറച്ചതാണോ എന്നാണ് ചോദ്യം. അബ്രമ എന്ന വാക്കിന്റെ അർത്ഥം അഹ്കമ, അതുപോലെ ദബ്ബറ, സാദഖ, വഖ എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംഗതി, ഒരു പദ്ധതി, ഒരു കാര്യം വേണ്ട വിധത്തിൽ ആലോചിച്ച് കൂടിയാലോചന നടത്തി പദ്ധതി ആവിഷ്കരിച്ച് ഉറപ്പിക്കുക എന്നതാണ് അത് നൽകുന്ന സൂചന. അം അബ്രമു, കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ആലോചിച്ച് അവർ തീരുമാനിച്ച് ഉറപ്പിച്ചോ, പദ്ധതി ആവിഷ്കരിച്ച് അത് ഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. മക്കയിലെ സത്യനിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിൽ നിരന്തരമായി നടത്തിക്കൊണ്ട് വന്നിരുന്ന, അവര് പലപ്പോഴായിട്ട് ഒത്തുകൂടിയിട്ട് നിർവഹിച്ചിരുന്ന ഒരു പദ്ധതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതെങ്കിലും വിധത്തിൽ വകവരുത്തുക എന്നത്. അതീവ രഹസ്യമായി ഗൂഢ സ്വഭാവത്തില് അവര് പല ഒത്തുചേരലുകളും നടത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ ഇല്ലാതാക്കുന്നതിനായിട്ട് അദ്ദേഹത്തെ അങ്ങ് നിഷ്കാസനം ചെയ്ത് കളയുക, അദ്ദേഹത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി കളയുക എന്നതാണ് അവര് ആലോചിച്ചു കൊണ്ടിരുന്ന കാര്യം. ഇത് അതീവ രഹസ്യമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയിരുന്ന വെല്ലുവിളികൾ അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായ നിലക്ക് നേരിടാൻ കഴിയുകയില്ല എന്ന ഒരു ബോധ്യം അവർക്കുണ്ടായിട്ടുണ്ട് അതിനകം. അതിനാൽ പിന്നെ എളുപ്പമുള്ള വഴി അദ്ദേഹത്തെ അങ്ങ് ഇല്ലാതാക്കി കളയുകയാണ് എന്നതാണ് അവര് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് അങ്ങനെ ഒരു നിലപാടിലേക്കോ തീരുമാനത്തിലേക്കോ ഒക്കെയാണ് അവര് രഹസ്യമായി എത്തുന്നതും അതിനു വേണ്ടിയുള്ള പല ഉപചാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതും. ഇതാണ് അവരുടെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ. പക്ഷെ അവര് കരുതുന്നത് അത് അവരുടെ ഈ ആസൂത്രണങ്ങളും ഒത്തുചേരലും ഒക്കെ തന്നെ അതീവ രഹസ്യമായി ആരും അറിയാത്ത വിധത്തില് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ അവരുടെ ശത്രുപക്ഷത്ത് എന്ന് അവർ കരുതുന്നവരാരും തന്നെ അത് അറിയാനിടയില്ല എന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ. പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന ഒരു സാധ്യതയെ അവർ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടോ മുഖവിലക്ക് എടുക്കാതെയോ ആണ് അവരുടെ ഈ കണക്കുകൂട്ടലുകളൊക്കെ നടത്തുന്നത്. അപ്പൊ അവരുടെ അത്തരം മൂഢധാരണകളെ പൂർണ്ണമായിട്ട് പൊളിച്ചിടുന്ന വിധത്തിലാണ് അള്ളാഹു ഈ ചോദ്യം അവരോടായി പരോക്ഷമായി ഉന്നയിക്കുന്നത്. അബ്രമു, അവര് എല്ലാം പദ്ധതി ആവിഷ്കരിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. അബ്രമു അമ്ര, കാര്യം വേണ്ട വിധത്തിൽ അവർ തീരുമാനിച്ചു ഉറപ്പിച്ചോ എന്നാണ് ചോദ്യം. അപ്പൊ അങ്ങനെ ആ ചോദ്യം ഉന്നയിക്കുമ്പോ എന്ത് തീരുമാനം, ഏത് തീരുമാനം, ആരാണ് അതിനെ കുറിച്ച് ആലോചിച്ചിരുന്നത്, എന്ത് കൂടിയാലോചനയോ അല്ലെങ്കിൽ ഗൂഢാലോചനയോ ഒക്കെയാണ് അതിനു വേണ്ടി നടന്നിരുന്നത്, ഇതൊന്നും പബ്ലിക് സ്പേസിൽ അങ്ങനെ ആർക്കും അറിയുന്ന വിധത്തില് അത് പുറത്തു വന്നിട്ടില്ല. അവര് രഹസ്യമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സംഗതിയെ അള്ളാഹു അതിന്റെ സൂക്ഷ്മ തലങ്ങൾ ഉൾപ്പെടെയുള്ള സകല സംഗതികളും അറിഞ്ഞിരിക്കുന്നു എന്നൊരു കാര്യം അവരെ പരോക്ഷമായിട്ട് അള്ളാഹു ഇവിടെ അറിയിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ നിങ്ങൾ വലിയ കേമന്മാരായിട്ട് രഹസ്യമായി ഒത്തുകൂടി ഗൂഢാലോചനയിൽ ഏർപ്പെട്ട് പല പദ്ധതികളും ആവിഷ്കരിച്ചുറപ്പിച്ച് നടപ്പിലാക്കാൻ വേണ്ട സകല വിശദാംശങ്ങളും ഒക്കെ തീരുമാനമാക്കിയല്ലേ എന്നതാണ് ചോദ്യം. അബ്രമു അമ്ര,
അവര് കാര്യം എങ്ങനെ നടപ്പിലാക്കണം, ഏത് വിധത്തിൽ അത് കൊണ്ടുവരണം എന്നതൊക്കെ തന്നെ ആവിഷ്കരിച്ച് കൂടിയാലോചന നടത്തി തീരുമാനിച്ചുറപ്പിച്ചോ എന്നതാണ് ചോദ്യം. ഫഇന്നാ മുബ്രിമൂൻ, അങ്ങനെയാണെങ്കിൽ നാമും ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് അത് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കാര്യങ്ങളൊക്കെയും അതിന്റെ വിശദാംശങ്ങളോടുകൂടി ആവിഷ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പിന്നെ അതങ്ങനെ നടക്കട്ടെ, നാമും ചില കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഫഇന്നാ മുബ്രിമൂൻ, നിശ്ചയമായിട്ടും നാമും ഒരു തീരുമാനമെടുക്കുകയാണ്, ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്, ഒരു കാര്യം നടപ്പിൽ വരുത്താൻ വേണ്ടി അതിന്റെ വിശദാംശങ്ങളോടുകൂടി പദ്ധതിയിടുകയാണ്. ഇതാണ് അള്ളാഹു പറയുന്നത്. അം അബ്രമു അംറ ഫഇന്നാ മുബ്രിമൂൻ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ തുടർന്ന് ഈ പറയുന്ന കാര്യത്തിന്റെ കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ചില വിശദാംശങ്ങൾ നൽകുകയാണ് അല്ലാഹു. അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, അവർ കരുതുകയാണോ അവരുടെ രഹസ്യങ്ങളും ഗൂഢാലോചനകളും ഒന്നും തന്നെ നാം കേൾക്കുന്നില്ല എന്ന്? അം യഹ്സബൂന, അവര് കരുതുകയാണോ, അവര് പ്രതീക്ഷിക്കുകയാണോ, അല്ലെങ്കിൽ അവരുടെ കണക്കുകൂട്ടൽ അങ്ങനെയാണോ? അന്നാ ലാ നസ്മഉ, നിശ്ചയമായിട്ടും നാം കേൾക്കുന്നേയില്ല, സിർറഹും, അവരുടെ രഹസ്യങ്ങൾ, വനജ്വാഹും, അവരുടെ കൂടിയാലോചനകളും ഗൂഢാലോചനകളും ഒക്കെ, രഹസ്യ സ്വഭാവത്തിലുള്ള അവരുടെ ഒത്തുചേരലുകളും അവരുടെ കൂടിയിരുന്നുള്ള വർത്തമാനങ്ങളൊന്നും നാം കേൾക്കുന്നില്ല എന്നാണോ അവര് സങ്കല്പിക്കുന്നത്? അതാണോ അവർ കരുതുന്നത്? അപ്പോ വളരെ അപഹാസ്യമായ ഒരു സാഹചര്യം മക്കയിലെ മുശ്രിക്കുകളുടെ കാര്യത്തിൽ ഇവിടെ വെളിപ്പെടുകയാണ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരിടുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിലുള്ള ഗൂഢപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അതുമായി രംഗത്ത് വരുമ്പോ അവരുടെ രഹസ്യ സ്വഭാവത്തിലുള്ള ഗൂഢ സ്വഭാവത്തിലുള്ള ഒത്തുചേരലും അതുപോലെയുള്ള കൂടിയാലോചനകളും ഒക്കെ അവയൊക്കെ രഹസ്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നാണ് അവര് സങ്കല്പിക്കുന്നത്. ആ സങ്കല്പത്തിന്റെ ഒരു അടിസ്ഥാനം അവർക്ക് എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹു എന്ന ഒരാശയത്തില് വിശ്വാസമില്ല എന്നതാണ്. അങ്ങനെ ഒരു ആശയത്തിൽ, ആ വിശ്വാസമില്ലായ്കയിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് അങ്ങനെ ഈ കണക്കുകൂട്ടൽ നടത്താൻ സാധിക്കുകയുള്ളൂ. ഇതാരും അറിയുകയില്ല എന്ന വിധത്തിൽ. എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമായ ഒരു പ്രപഞ്ചനാഥനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ദൗത്യവുമായി നിയോഗിച്ചയച്ചിരിക്കുന്നത് എന്ന കാര്യം അവര് ഉൾക്കൊള്ളുന്നില്ല എന്നതിനാലാണ് അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ആശങ്കയോ കണക്കുകൂട്ടലോ ഒന്നും ഉണ്ടാവാതിരിക്കുന്നത്. അം അബ്രമു അംറൻ ഫഇന്നാ മുബ്രിമൂൻ, അവർ കാര്യങ്ങളൊക്കെ പദ്ധതി ആവിഷ്കരിച്ച് തീരുമാനിച്ചുറപ്പിച്ചോ, എങ്കിൽ ചില കാര്യങ്ങളൊക്കെ നാമും അങ്ങനെ തന്നെ ആവിഷ്കരിക്കുകയാണ്, പദ്ധതി ഇടുകയാണ്. ഇതാണ് അല്ലാഹു പറയുന്നത്. അം യഹ്സബൂന, അപ്പൊ അള്ളാഹു ഇത്ര വിജിലന്റ് ആയി കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിനായി ഇവരിൽ നിന്ന്, ഇവരുടെ ഗൂഢപദ്ധതികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാവല് നൽകുന്നതിന് വേണ്ടി വളരെ വിജിലന്റ് ആയിട്ട് കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നു, ആസൂത്രണം ചെയ്യുന്നു എന്ന സംഗതി അവര് തീരെ പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല എന്നതാണ് വസ്തുത. അങ്ങനെ ഒരു കാര്യം അവർ കണക്ക് കൂട്ടിയിട്ടില്ല. ഇത് വെറും മുഹമ്മദ് എന്നൊരു വ്യക്തി, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിടയിൽ ഒരു ശല്യക്കാരനായി മാറിയിരിക്കുന്നു, നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് അവരുടെ ഒരു നിലപാട്. എന്നാൽ ഇതിന്റെ പിന്നിൽ പ്രപഞ്ചനാഥനായ അള്ളാഹു ഉണ്ട്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യം നിർവഹിക്കാൻ
രംഗത്ത് വന്നിട്ടുള്ളത്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവര് വേണ്ട വിധത്തില് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലാത്തത് കൊണ്ടാണ് അവര് ഈ കാര്യങ്ങൾ എത്ര രഹസ്യമായ ഒത്തുചേരലാണെങ്കിലും എത്ര ഗൂഢമായ വിധത്തിലാണ് അവർ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതെങ്കിലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ ഒരു വഴിയുണ്ട് എന്നത് അവർ മനസ്സിലാക്കാതെ പോകുന്നത് അതുകൊണ്ടാണ്. അം യഹ്സബൂന അന്ന ലാ നസ്മഉ സിർറഹും വനജ്വാഹും, അവരുടെ രഹസ്യങ്ങളും അതീവ ഗൂഢമായ ഒത്തുചേരലുകളും കൂടിയാലോചനകളും ഒന്നും തന്നെ നാം അറിയുകയില്ല എന്നാണോ, നാം കേൾക്കുന്നില്ല എന്നാണോ അവര് കരുതുന്നത്? ബലാ, അങ്ങനെയല്ല കേട്ടോ. എല്ലാം നാം കേൾക്കുന്നുണ്ട്. എല്ലാം വളരെ സൂക്ഷ്മമായി അതിന്റെ വിശദാംശങ്ങളോടുകൂടി നാം അറിയുന്നുണ്ട്. എത്ര രഹസ്യ സ്വഭാവത്തിൽ, എത്ര ഗൂഢമായ രീതിയിലാണ് നിങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെങ്കിലും ഒരു സർവിലൻസ് ക്യാമറ വെച്ചുകൊണ്ട് മുഴുവനും ഒപ്പിയെടുക്കുന്ന അതിനേക്കാൾ എളുപ്പത്തില് കാര്യങ്ങള് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാം അറിയുന്നുണ്ട്, നാം എല്ലാം കേൾക്കുന്നുണ്ട്. ബലാ വറുസുലുന ലദൈഹിം യക്തുബൂൻ, മാത്രമല്ല നമ്മുടെ ചില ദൂതന്മാര് അവരുടെ ചാരത്ത് തന്നെ അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. വറുസുലുന, അതീവ തമാശ തോന്നിപ്പിക്കുന്ന ഒരു 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 സീനാണ്, ഒരു ഐറോണിക്കൽ ആയ ഒരു സീനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു ഭാഗത്ത് അതീവ രഹസ്യമായി ഗൂഢമായി വലിയ നിഗൂഢതയുള്ള വിധത്തിൽ കാര്യങ്ങളെ ഉപചാപം നടത്തി തീരുമാനിക്കുന്നു. എന്നാൽ ആ തീരുമാനം എടുക്കുന്ന ആളുകളുടെ ചാരത്ത് തന്നെ അതൊക്കെ കൃത്യമായി അറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകള് അള്ളാഹുവിന്റെ പ്രതിനിധികളായിട്ട്, അള്ളാഹുവിന്റെ ദൂതന്മാരായിട്ട് ചില മലക്കുകൾ അവിടെ ഉണ്ട്. അവര് അതൊക്കെയും ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യം അവർ അറിയുന്നേ ഇല്ല. വറുസുലുനാ ലദൈഹിം യക്തുബൂൻ, നമ്മുടെ ചില ദൂതന്മാർ അവരുടെ ചാരത്ത് തന്നെ അതൊക്കെയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതെയാണ് ഈ നിഷേധികൾ ഈ രഹസ്യമായ ഒത്തുചേരലും അതുപോലെ കൂടിയാലോചനയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്, പ്രവാചകരെ ഇങ്ങനെ പറയുക അവരോട്, ഇൻ കാന ലിർറഹ്മാനി വലദുൻ. മറ്റൊരു വിഷയത്തിലേക്ക് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. പ്രവാചകരെ, അവരോട് ഇങ്ങനെ പറയുക, അള്ളാഹുവിനൊരു പുത്രനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആളുകളൊക്കെ അവർക്കിടയിൽ മക്കയിലെ ആ ഘട്ടത്തിലെ സത്യനിഷേധികൾക്ക് പലപ്പോഴും ഗുണകരമാവുന്ന വിധത്തില് അവരുമായി കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടൊക്കെ ചില ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ആ നിലപാടുകളെയും വിശ്വാസത്തെയും പൊളിച്ചെഴുതിക്കൊണ്ട് അള്ളാഹു കൂടെ പറയുകയാണ്, ഇൻകാന ലിർറഹ്മാനി വലദുൻ, ഇങ്ങനെ പറഞ്ഞേക്കൂ എന്നാണ് നബിയോട് അള്ളാഹ് പറയുന്നത്. അള്ളാഹു പറയുന്ന വിധത്തിലല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് പറയുന്ന വിധത്തിൽ മുഹമ്മദെ ഇങ്ങനെ പറഞ്ഞേക്കൂ അവരോട്. ഖുൽ, പറയുക, ഇൻ കാന ലിർറഹ്മാനി വലദുൻ, കാരുണ്യവാനായ തമ്പുരാന് ഒരു പുത്രനുണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഫാന അവ്വലുൽ ആബിദീൻ, ആ പുത്രനെ ആരാധിക്കുന്നതിൽ ഏറ്റവും ഒന്നാമനായിട്ട് ഞാൻ തന്നെ ഉണ്ടാകുമായിരുന്നല്ലോ. ഇതാണ് പറയാൻ വേണ്ടി പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് ഒരു പുത്രൻ ഉണ്ടാവുക എന്നത് താത്വികമായിട്ട് തന്നെ അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത, യാതൊരു നിലനിൽപ്പുമില്ലാത്ത, വളരെ അബദ്ധജടിലമായ ഒരു ആശയം മാത്രമാണ്. അള്ളാഹുവിനൊരു പുത്രനുണ്ട്, എന്നിട്ട് ദൈവത്തിന്റെ പുത്രന് വേണ്ട പരിഗണന കൊടുക്കാതിരിക്കുകയാണ് മുഹമ്മദ് എന്ന ഒരു തെറ്റിദ്ധാരണ ഈ ആളുകൾക്ക് ആവശ്യമില്ല. കാരുണ്യവാനായ റബ്ബിന് ഇനി അങ്ങനെ ഒരു പുത്രൻ ഉണ്ടായിരുന്നു എന്ന് വെക്കുക, എങ്കിൽ ആ പുത്രനെ ദൈവപുത്രൻ എന്ന നിലക്ക് ആരാധിക്കുവാൻ ഒന്നാമതായി തന്നെ രംഗത്തുണ്ടാകുന്നവൻ ഞാനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ഇല്ല, സാധ്യമല്ല. അങ്ങനെ അള്ളാഹുവിന് ഒരു സന്താനം ഉണ്ടാവുക എന്നത്, ഒരു മകനായാലും മകളായാലും ഉണ്ടാവുക എന്നത്
അള്ളാഹുവിന്റെ ഔന്നത്യത്തിന് ചേരുന്ന ഒരു സംഗതിയെ അല്ല. ഉദ്ദേശിക്കുന്ന എന്തിനേയും സൃഷ്ടിക്കാൻ കഴിയുന്ന റബ്ബിന് ചാപല്യമായിട്ടൊരു പുത്രനോ പുത്രിയോ ഉണ്ടാവുക എന്നത് ഒരിക്കലും തന്നെ സംഭവ്യമായ കാര്യമേ അല്ല. അല്ലാതെ അങ്ങനെ ഒരു സംഭവ്യത ഒരു നിലക്കും ഇല്ലാത്തത് കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഡിത്തം, ആ ബുദ്ധിശൂന്യത ചെയ്യാതിരിക്കുന്നത് എന്ന കാര്യമാണ് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമതലപ്പെടുത്തുന്നത്. ഖുൽ ഇൻ കാന ലിർറഹ്മാനി വലദുൻ, കാരുണ്യവാന് ഒരു വലതുണ്ടായിരുന്നു, ഒരു പുത്രനുണ്ടായിരുന്നു, ഒരു മകനുണ്ടായിരുന്നുവെങ്കിൽ, ഒരു ആൺ സന്തതി ഉണ്ടായിരുന്നുവെങ്കിൽ, ഫഅന അവ്വലുൽ ആബിദീൻ, ഞാനാകുമായിരുന്നു ഒന്നാമത്തെ ആരാധകൻ. അങ്ങനെയാണ് പറയുന്നത്. കാരുണ്യവാൻ ഒരു പുത്രൻ ഉണ്ടായിരുന്നെങ്കിൽ, കാരുണ്യവാനായ റബ്ബിന് അർ-റഹ്മാൻ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്നതിന് പകരമായി പല ഘട്ടങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ള അടുത്ത പടിയുള്ള ഒരു പദമാണ്. അള്ളാഹുവിന്റെ ഒരു വിശേഷണം എന്ന നിലക്ക് ഏറ്റവും ഏറെ അള്ളാഹു എന്ന പദത്തിനുള്ള പര്യായമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് അർ-റഹ്മാൻ എന്നത്. അള്ളാഹുവിനെ നിങ്ങൾ അള്ളാഹ് എന്ന് വിളിച്ചോളൂ, അതല്ലെങ്കിൽ അർ-റഹ്മാൻ എന്ന് അഭിസംബോധന ചെയ്തോളൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഒരിടത്ത്. അതൊക്കെ നൽകുന്ന സൂചന അള്ളാഹു എന്ന പേര് കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരുൾപ്പെടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ പേര് അർ-റഹ്മാൻ എന്നതാണ്. അപ്പോ അർ-റഹ്മാന് കാരുണ്യവാനായ റബ്ബിന് ഒരു വലതുണ്ടായിരുന്നെങ്കിൽ അന അവ്വലുൽ ആബിദീൻ, ആരാധകരിൽ ഒന്നാമനായിട്ട് ഞാൻ തന്നെ ഉണ്ടാകുമായിരുന്നു, ഞാൻ തന്നെയാണ് ഉണ്ടാകുമായിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിന് ഒരു പുത്രൻ ഉണ്ടായിട്ട് ആ പുത്രനെ ആരാധിക്കുന്നതിൽ എനിക്കെന്തോ വൈമനസ്യം ഉണ്ട് എന്നൊരു ധാരണ ആർക്കും വേണ്ട. അങ്ങനെയല്ല, വസ്തുത അതല്ല. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഒരു ആശയത്തെ തള്ളിക്കളയുന്നു? അത് ഇല്ലാത്തത് കൊണ്ടാണ്, ഒരിക്കലും സംഭവിക്കുകയില്ലാത്തത് കൊണ്ടാണ്. അത് അള്ളാഹുവിനെ ഇടിച്ചു താഴ്ത്തുന്നതിന് തുല്യമായ ഒരു സങ്കല്പനമാണ് എന്നതാണ് അതിന് കാരണം. അല്ലാതെ അള്ളാഹുവിന് ഒരു പുത്രൻ ഉണ്ടായിട്ട് ആ പുത്രനോട് ആരാധന തോന്നാത്തത് കൊണ്ടല്ല. അങ്ങനെയല്ല വിഷയം. ആരാധ്യനായ പടച്ച തമ്പുരാന്, കാരുണ്യവാനായ റബ്ബിന് ഒരു പുത്രൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പുത്രന് ആരാധനകൾ അർപ്പിക്കുന്നതിന് ഒന്നാമനായിട്ട് എത്തുന്നവൻ തന്നെ ഞാനാകുമായിരുന്നു എന്നാണ് ഇവിടെ പറയാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ ഒരിക്കലും അത് ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ പ്രകൃതത്തിന് ചേരുന്നതല്ല, അള്ളാഹുവിന്റെ ഔന്നത്യത്തിന് ചേരുന്നതല്ല ഒരു പുത്രൻ ഉണ്ടാവുക എന്നത്. എന്നിട്ട് അള്ളാഹു ആ കാര്യത്തിൽ ഒരു തിരുത്തൽ നടത്തിക്കൊണ്ട് പറയുകയാണ്, സുബ്ഹാന റബ്ബി സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ റബ്ബ് ന്യൂനതകൾക്ക് അതീതനാണ്, അവൻ പരിശുദ്ധനാണ്. എല്ലാവിധ പിഴവുകളും ന്യൂനതകളും അവനെ സംബന്ധിച്ചിടത്തോളം അകലത്താണ്. അങ്ങനെയില്ല, അവൻ അതിൽ നിന്നൊക്കെ സുരക്ഷിതനാണ്. എല്ലാ വിധത്തിലുള്ള അപര്യാപ്തതകളിൽ നിന്നും, ന്യൂനതകളിൽ നിന്നും, അതുപോലെയുള്ള തികവില്ലായ്കകളിൽ നിന്നും ഒക്കെ അവൻ മുക്തനാണ്. സുബ്ഹാന റബ്ബി സമാവാതി വൽ അർള്. സുബ്ഹാൻ എന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ പരിശുദ്ധിയുള്ളവൻ, പരിശുദ്ധൻ എന്നാണ് അതിന് വിവർത്തനം കൊടുക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ന്യൂനതകളില്ലാത്തവൻ എന്നാണ് അത് നൽകുന്ന സൂചന. തികവാർന്നവനാണ്, ഒരു പോരായികയും ഇല്ലാത്തവനാണ്. അപ്പോ റബ്ബു സമാവാതി വൽ അർള്, അതുപോലെ റബ്ബുൽ അർശ്, സിംഹാസനത്തിനുടയവൻ, എല്ലാറ്റിന്റെ മേലുമുള്ള അധികാരം സമ്പൂർണമായിട്ട് അവന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ റബ്ബുൽ അർശ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അധികാര പീഠത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 286 ആയത്തിൽ കാണാം അള്ളാഹുവിന്റെ അധികാര പീഠത്തെ കുറിച്ച്.
അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിന്റെ അധികാരപീഠത്തിന്റെ വ്യാപ്തിയും അതിന്റെ പെരുമയും ഒക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെ അള്ളാഹു പറയുന്ന റബ്ബുൽ അർശ് എന്നാണ്. അള്ളാഹുവിന്റെ അധികാരപീഠത്തിന് അള്ളാഹു സൂചിപ്പിക്കുന്ന മറ്റൊരു പദമാണ് അൽ അർശ് എന്നത്. അൽ കുർസി എന്ന് പറയുന്ന പോലെ അൽ അർശ് എന്നത്. അത് കാണാൻ പറ്റുന്ന ഒരു രൂപത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു ഇരിപ്പിടമാണ് എന്ന ഒരു സങ്കല്പനം യഥാർത്ഥത്തിൽ ആവശ്യമില്ല. അത് അള്ളാഹുവിന്റെ അധികാരത്തെയും കരുത്തിന്റെ വ്യാപ്തിയെയും ഒക്കെ കാണിക്കുന്ന ഒരു പ്രതീകാത്മകമായ ഒരു പ്രയോഗമാണ്. അങ്ങനെ ഒരു അർശില്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ അർശ് ചുമക്കുന്ന മലക്കുകളെ കുറിച്ചൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ ആ അർശിനെ കുറിച്ച് നമ്മൾ സങ്കല്പിക്കുന്ന ഒരു വലിയ സിംഹാസനം എന്ന ഒരു സംഗതിയാണ് നമ്മളെ മനസ്സിലൊരു ചിത്രരൂപത്തിൽ കാര്യങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്നു എന്ന ഒരു പ്രാധാന്യമാണ് അതിനുള്ളത് എന്ന നിലയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നത്. മലക്കുകൾ ചുമക്കുന്നത് ഒരു കസേരയാണ്, അല്ലെങ്കിൽ ഒരു സിംഹാസനം വലിയൊരു ഇരിപ്പിടമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ നമുക്ക് ഏകദേശം അതിനെക്കുറിച്ചൊരു ചിത്രം കിട്ടും എന്ന ഒരു ഗുണമാണ് അതുകൊണ്ടുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെ അധികാരപീഠം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ അതിലെ ഓരോ കോശവും കോശത്തിനകത്തുള്ള വളരെ സൂക്ഷ്മമായ തലങ്ങളും വരെ പൂർണ്ണമായിട്ടും അവന്റെ നിയന്ത്രണത്തിലാണ് എന്നതാണ് വസ്തുത. അതാണ് അവന്റെ അധികാരപീഠത്തിന്റെ വ്യാപ്തി. അവന്റെ അർശിന്റെ നിയന്ത്രണ ശക്തി എന്ന് പറയുന്നത് ഓരോ തുണലും തുരുമ്പിലും മനുഷ്യ ശരീരത്തിന്റെ ഓരോ കോശത്തിലും ഉൾപ്പെടെ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളിൽ വരെ എന്ത് പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ നിയന്ത്രണത്തിന്റെ ചരട് അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നതാണ്. അത് അവനാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവനാണ് അതിന്റെ അർശ് ഉടമപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ അങ്ങനെയുള്ള റബ്ബ്, സമാവാത്തു വൽ അർളിന്റെ ഈ പ്രപഞ്ച സാകല്യത്തിന്റെ റബ്ബായ അള്ളാഹു, അർശിന്റെ ഉടമയായ അള്ളാഹു, സകലതിന്റെ മേലുള്ള അധികാരപീഠം ആരുടേതാണോ ആ അള്ളാഹു, അവൻ സുബ്ഹാനാണ്, എല്ലാം തികഞ്ഞവനാണ്, പോരായികയില്ലാത്തവനാണ്, ന്യൂനതയില്ലാത്തവനാണ്, പരിശുദ്ധനാണ്. ഏതിൽ നിന്നാണ്? അമ്മ യസിഫൂൻ, അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തൊട്ട്. അവര് ഇപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഔന്നത്യത്തിന് ചേരാത്തതാണ്. ഇവിടെ അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളുടെ ആ നടപടിയെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ജൽപ്പനങ്ങൾ കൊണ്ടൊന്നും അള്ളാഹു കളങ്കിതനാവുകയില്ല. 1000 പേര് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ നിരന്ന് നിന്ന് അള്ളാഹുവിനൊരു പുത്രനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പുത്രനെ വാഴ്ത്തിക്കൊണ്ടിരുന്നു എന്നതിന്റെ പേരിലൊന്നും അള്ളാഹുവിന് ആ കളങ്കം ഏശുകയില്ല. അള്ളാഹു സുബ്ഹാൻ തന്നെയാണ്. ആര് എത്ര തവണ ആവർത്തിച്ച് ആ അബദ്ധം പറഞ്ഞുകൊണ്ടിരുന്നാലും അതിന്റെ ദ്രോഹം അവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ. അത് അള്ളാഹുവിനെ കളങ്കപ്പെടുത്തുകയില്ല, അള്ളാഹുവിന് ഏശുകയില്ല. അത് കാരണമായി അള്ളാഹുവിന്റെ ഔന്നത്യത്തിന് യാതൊരു വിധത്തിലുള്ള പോറലും ഏൽക്കുകയില്ല. അള്ളാഹു സുബ്ഹാനാണ്, തികവാർന്നവനാണ്, പോരായികയില്ലാത്തവനാണ്, ന്യൂനതയില്ലാത്തവനാണ്, പരിശുദ്ധനാണ്. അമ്മാ യസിഫൂൻ, അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവര് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന, വിവരിച്ചുകൊണ്ടിരിക്കുന്ന സകല അബദ്ധങ്ങളുടെയും കാര്യത്തിൽ അവരിങ്ങനെ പല അബദ്ധങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ പല വർണ്ണനകളും നടത്തുന്നുണ്ട്. ആ വർണ്ണനകൾ കൊണ്ടൊന്നും ന്യൂനത ഏശുന്നവനോ അപര്യാപ്തത ഉണ്ടാകുന്നവനോ ഏതെങ്കിലും വിധത്തിലുള്ള പോരായികയോ തികവില്ലായികയോ വരുന്നവനോ അല്ല അള്ളാഹു. അവൻ എല്ലാ അർത്ഥത്തിലും തികവുള്ളവനും പരിശുദ്ധനുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഫദർഹും, അവരെ വിട്ടേക്കൂ. ഫദർഹും, പ്രവാചകരെ അവരെ അങ്ങ് വിട്ടേക്ക്. എന്താണ് അവർ ചെയ്യേണ്ടത്? അവരോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അവരെ വിട്ടേക്ക്. എന്തിനാണ്? യഖൂലു വയലഅബു, അവര് കൂത്താടി തിമർക്കട്ടെ.
കളിച്ച് കൂത്താടി അവർക്ക് തോന്നിയ വിധത്തിൽ അവർ അർമാദിക്കട്ടെ. ഇതാണ് പറയുന്നത്. യഹൂദു വയൽഅബു, ഏതുവരെ? ഹത്താ യുലാഖു യൗമകുമുല്ലദീ യുഅദൂൻ. ഏതുവരെയാണ്? ഹത്താ യുലാഖു, അവര് കണ്ടുമുട്ടുന്നത് വരെ, അവര് സന്ധിക്കുന്നത് വരെ. ഏതുമായിട്ടാണ്? യൗമഹുമുല്ലദീ യുഅദൂൻ. അവർക്ക് താക്കീതും വാഗ്ദാനവും ഒക്കെ ആയിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു നാളുണ്ട്. ആ നാളുമായിട്ട് അവര് സന്ധിക്കുന്നത് വരെ കൂത്താടട്ടെ, അവരെ വിട്ടേക്ക്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്. ദർഹും, പ്രവാചകരെ താങ്കൾ അവരെ വിട്ടേക്ക്. കാര്യങ്ങൾ പറയേണ്ട വിധത്തിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അവരുടെ സകലവിധ വിക്രിയകളിലും അങ്ങ് ഊളിയിട്ട് അതിൽ കളിച്ച് കൂത്താടി തോന്നിയ വിധത്തിൽ അർമാദിച്ച് നടക്കട്ടെ. അള്ളാഹു അതിന് അവർക്ക് അവസരം കൊടുത്തിരിക്കുകയാണ്. ഏതുവരെയാണ്? ഈ നാളിനെ, ഒരു വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു നാള് വരാനുണ്ട് അവരുടെ കാര്യത്തിൽ. ആ നാളിനെ അവര് കണ്ടുമുട്ടുന്നത് വരെ, ആ നാളിലേക്ക് അവര് എത്തിച്ചേരുന്നത് വരെ, ആ നാളിൽ അവര് സന്ധിക്കുന്നത് വരെ അവരെ അങ്ങ് വിട്ടേക്ക്. അവര് ഏതൊരു തമാശകളിലും വിനോദത്തിലും അല്ലെങ്കിൽ അവരുടെ പല വിധത്തിലുള്ള ഗൂഢ പദ്ധതികളിലുമാണ് പ്രവേശിച്ചിട്ടുള്ളത്. അതിലൊക്കെ അങ്ങനെ വിഹരിക്കുന്നവരായിക്കൊണ്ട് അതിലങ്ങ് മുഴുകി അവരതിൽ അർമാദിച്ച് കഴിയട്ടെ എന്നാണ് അള്ളാഹു പറയുന്നത്. അത് അവർക്കുള്ള സമയമാണ്, ആ സന്ധിക്കുന്ന നാള് വരെ. അത് അള്ളാഹു വാഗ്ദാനം ചെയ്തൊരു നാളാണ്. കൂടിക്കാഴ്ചയുടെ, ഒത്തുചേരലിന്റെ, വിചാരണയുടെ, കാര്യങ്ങൾ പരിശോധിക്കലിന്റെ, പ്രതിഫലം നൽകപ്പെടുന്നതിന്റെ ഒക്കെ ആയ ഒരു നാളാണ്. ആ നാളുമായിട്ട് അവര് സന്ധിക്കുന്നത് വരെ അവര് തലകുത്തി മറിയട്ടെ, അവര് ആഹ്ലാദത്തിമർപ്പിൽ കഴിയട്ടെ. ഇതാണ് അള്ളാഹു പറയുന്നത്, അവരെ വിട്ടേക്ക് എന്ന്. അപ്പോ സൂറത്ത് സുഹ്റുഫിലെ 79 മുതൽ 83 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ ആശയങ്ങളുടെ ഒരു ഉപസംഹാരമാണ് അവശേഷിക്കുന്ന 6 ആയത്തുകളിലായിട്ട് നമുക്ക് പഠന വിധേയമാക്കാനുള്ളത്. സൂറത്തിന്റെ പഠനം ഇൻഷാ അല്ലാഹ് 1-2 ദിവസങ്ങൾക്കുള്ളിലായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.